ശാന്തി 31/8/25 പ്രഭാതം മുരളി അവ്യക്ത ബാബ്ദാദ റിവൈസ് 15/12/2006 മധുബൻ. സ്മൃതി സ്വരൂപവും അനുഭവി മൂർത്തിയും ആയി സെക്കൻഡിൻ്റെ തീവ്രഗതിയോടെ പരിവർത്തനപ്പെടുത്തി പാസ് വിത്ത് ഓണർ ആകൂ. ഇന്ന് ബാബ്ദാദ 4 ഭാഗത്തുമുള്ള കുട്ടികളുടെ 3 വിശേഷ ഭാഗ്യത്തിൻ്റെ രേഖകൾ മസ്തകത്തിൽ തിളങ്ങുന്നത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരുടെയും മസ്തകത്തിൽ ഭാഗ്യത്തിൻ്റെ രേഖകൾ തിളങ്ങിക്കൊണ്ടിരിക്കുന്നു. ഒന്നാണ് പരമാത്മാ പാലനയുടെ ഭാഗ്യത്തിൻ്റെ രേഖ. രണ്ടാമത്തേതാണ് ശ്രേഷ്ഠ ശിക്ഷകനിലൂടെ ശിക്ഷണത്തിൻ്റെ ഭാഗ്യത്തിൻ്റെ രേഖ. മൂന്നാമത്തേതാണ് സദ്ഗുരുവിലൂടെ ശ്രീമത്തിൻ്റെ ഭാഗ്യത്തിൻ്റെ രേഖ. പൊതുവെ താങ്കളുടെ ഭാഗ്യം അളവറ്റതാണ്. എന്നിരുന്നാലും ഇന്ന് ഈ വിശേഷ 3 രേഖകൾ നോക്കുകയാണ്. താങ്കളും തൻ്റെ മസ്തകത്തിൽ തിളങ്ങുന്ന രേഖകൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണല്ലോ. ഏറ്റവും ശ്രേഷ്ഠമായതാണ് പരമാത്മാ സ്നേഹത്തിൻ്റെ പാലനയുടെ രേഖ. ഏതുപോലെ ബാബ ഉയർന്നതിലും ഉയർന്നതാണോ, പരമാത്മാ പാലനയും ഉയർന്നതിലും ഉയർന്നതാണ്. ഈ പാലന എത്ര കുറച്ചു പേർക്കാണ് പ്രാപ്തമാകുന്നത്. എന്നാൽ നിങ്ങളേവരും ഈ പാലനയുടെ പാത്രമായിരിക്കുകയാണ്. ഈ പാലന മുഴുവൻ കൽപ്പത്തിലും കുട്ടികളായ നിങ്ങൾക്ക് ഒരേ ഒരു തവണയാണ് പ്രാപ്തമാകുന്നത്. ഇപ്പോഴില്ലെങ്കിൽ ഒരിക്കലും പ്രാപ്തമാവുക സാധ്യമല്ല. ഈ പരമാത്മാ പാലന, പരമാത്മാ സ്നേഹം, പരമാത്മാ പ്രാപ്തികൾ കോടിയിൽ ചില ആത്മാക്കൾക്ക് മാത്രമാണ് അനുഭവപ്പെടുന്നത്. നിങ്ങളേവരും അനുഭവിയാണല്ലോ. അനുഭവമുണ്ടോ? പാലനയുടെയും അനുഭവമുണ്ടോ? പഠനത്തിൻ്റെയും ശ്രീമത്തിൻ്റെയും അനുഭവമുണ്ടോ? അനുഭവി മൂർത്തിയാണോ? അപ്പോൾ സദാ സ്വയം തൻ്റെ മസ്തകത്തിൽ ഈ ഭാഗ്യത്തിൻ്റെ നക്ഷത്രം തിളങ്ങുന്നതായി കാണപ്പെടുന്നുണ്ടോ? സദാ ഉണ്ടോ? അതോ ഇടയ്ക്ക് തിളങ്ങുന്ന നക്ഷത്രം ഡള്ളായി പോകുന്നുണ്ടോ? മങ്ങിപ്പോകരുത്. അഥവാ തിളങ്ങുന്ന നക്ഷത്രം മങ്ങുകയാണെങ്കിൽ അതിൻ്റെ കാരണം എന്താണ് അറിയാമോ? ബാബ്ദാദ കണ്ടു. കാരണം ഇതാണ്: സ്മൃതി സ്വരൂപം ആയിട്ടില്ല. ഞാൻ ആത്മാവാണ് എന്ന് ചിന്തിക്കുന്നു. എന്നാൽ ചിന്തിക്കുന്ന സ്വരൂപമാകുന്നു. സ്മൃതി സ്വരൂപം ആകുന്നത് കുറവാണ്. ഏതുവരെ സ്മൃതി സ്വരൂപം സദാ ആകുന്നില്ലയോ അതുവരെയും സമൃദ്ധി വരിക സാധ്യമല്ല. സ്മൃതി തന്നെയാണ് സമൃദ്ധി നേടിത്തരുന്നത്. സ്മൃതി സ്വരൂപം തന്നെയാണ് സമർത്ഥ സ്വരൂപം. അതിനാൽ ഭാഗ്യത്തിൻ്റെ നക്ഷത്രം കുറവായി തിളങ്ങുന്നു. സ്വയം തന്നോട് ചോദിക്കൂ, കൂടുതൽ സമയവും ചിന്താസ്വരൂപം ആകുന്നുവോ അതോ സ്മൃതി സ്വരൂപം ആകുന്നുവോ? ചിന്താസ്വരൂപം ആകുന്നതിലൂടെ വളരെ നന്നായി ചിന്തിക്കുന്നു. ഞാൻ ഇതാണ്, ഞാൻ ഇതാണ്, ഞാൻ ഇതാണ്. എന്നാൽ സ്മൃതി സ്വരൂപം ആകാത്തത് കാരണം നല്ലത് ചിന്തിച്ചിട്ടും വ്യർത്ഥ സങ്കല്പവും സാധാരണ സങ്കല്പവും മിക്സായി പോകുന്നു. വാസ്തവത്തിൽ നോക്കിയാൽ താങ്കളുടെ അനാദി സ്വരൂപം സ്മൃതി സമർത്ഥ സ്വരൂപമാണ്. ചിന്തിക്കുന്ന സ്വരൂപം അല്ല. ആദിയിലും ഈ സമയത്തെ സ്മൃതി സ്വരൂപത്തിൻ്റെ പ്രാപ്തിയാണ് ലഭിക്കുന്നത്. അപ്പോൾ അനാദിയും ആദിയും സ്മൃതി സ്വരൂപമാണ്. ഈ സമയത്ത് അന്തിമത്തിൽ സംഗമത്തിലും സംഗമ സമയത്തിലും സ്മൃതി സ്വരൂപമാകൂ. അപ്പോൾ ആദി, അനാദി, അന്തിമം 3 കാലങ്ങളിലും സ്മൃതി സ്വരൂപമാണ്. ചിന്തിക്കുന്ന സ്വരൂപമല്ല. അതിനാൽ ബാബ്ദാദ മുൻപും പറഞ്ഞിട്ടുണ്ട്, വർത്തമാന സമയത്ത് അനുഭവി മൂർത്തി ആകുന്നതാണ് ശ്രേഷ്ഠ സ്റ്റേജ്. ചിന്തിക്കുന്നു, ആത്മാവാണ്, പരമാത്മാ പ്രാപ്തികളുണ്ട്. എന്നാൽ
മനസ്സിലാക്കുന്നതും അനുഭവിക്കുന്നതും തമ്മിൽ വളരെയധികം വ്യത്യാസമുണ്ട്. അനുഭവി മൂർത്തി ഒരിക്കലും മായയോട് ചതിക്കപ്പെടുക സാധ്യമല്ല. ദുഃഖത്തിൻ്റെ അനുഭൂതി ഉണ്ടാവുക സാധ്യമല്ല. ഇടയ്ക്കിടയ്ക്ക് മായയുടെ ഈ ഏതൊരു കളിയാണോ കാണുന്നത്, അല്ലെങ്കിൽ കളി കളിക്കുകയും ചെയ്യുന്നത്, അതിൻ്റെ കാരണമാണ് അനുഭവി മൂർത്തിയുടെ കുറവ്. അനുഭവത്തിൻ്റെ അതോറിറ്റി ഏറ്റവും ശ്രേഷ്ഠമാണ്. അപ്പോൾ ബാഗ്ദാദ കണ്ടു പല കുട്ടികളും ചിന്തിക്കുന്നു, എന്നാൽ സ്വരൂപത്തിൻ്റെ അനുഭൂതി കുറവാണ്. ഇന്നത്തെ ലോകത്തിൽ മെജോറിറ്റി ആത്മാക്കളും കാണുന്നതിനോടും കേൾക്കുന്നതിനോടും ക്ഷീണിതരായി, അതായത് മടുത്തു. എന്നാൽ അനുഭവത്തിലൂടെ പ്രാപ്തി നേടുവാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ അനുഭവം ചെയ്യിക്കണം. അനുഭവിക്ക് തന്നെയാണ് ചെയ്യിക്കുവാൻ സാധിക്കുന്നത്. അനുഭവിയായ ആത്മാവ് സദാ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും, പറന്നുകൊണ്ടിരിക്കും. കാരണം അനുഭവിയായ ആത്മാവിൽ ഉന്മേഷവും ഉത്സാഹവും സദാ എമർജി രൂപത്തിൽ ഇരിക്കുന്നു. അപ്പോൾ ചെക്ക് ചെയ്യൂ, ഓരോ പോയിന്റിൻ്റെയും അനുഭവി മൂർത്തി ആയോ? അനുഭവത്തിൻ്റെ അതോറിറ്റി താങ്കളുടെ ഓരോ കർമ്മത്തിലും കാണപ്പെടുന്നുണ്ടോ? ഓരോ വാക്കും ഓരോ സങ്കല്പവും അനുഭവത്തിൻ്റെ അതോറിറ്റിയോട് കൂടിയതാണോ, അതോ കേവലം മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിലുള്ളതാണോ? ഒന്നാണ് മനസ്സിലാക്കുന്നത്, മറ്റൊന്നാണ് അനുഭവിക്കുന്നത്. ഓരോ സബ്ജക്റ്റിലും ജ്ഞാനത്തിൻ്റെ പോയിന്റ്സ് വർണ്ണിക്കുന്നത് പുറത്തുള്ള സ്പീക്കേഴ്സും വളരെയധികം സ്പീച്ച് ചെയ്യുന്നു. എന്നാൽ ഓരോ പോയിന്റിൻ്റെയും അനുഭവി സ്വരൂപം ആകണം. ഇതാണ് ജ്ഞാനി ആത്മാവ്. യോഗം ചെയ്യുന്നവർ ധാരാളമുണ്ട്, യോഗത്തിലിരിക്കുന്നവർ ധാരാളമുണ്ട്. എന്നാൽ യോഗത്തിൻ്റെ അനുഭവം എന്നാൽ ശക്തി സ്വരൂപം ആവുക. ശക്തി സ്വരൂപത്തിൻ്റെ തിരിച്ചറിവ് ഇതാണ്: ഏത് സമയത്ത് ഏത് ശക്തിയുടെ ആവശ്യകതയുണ്ടോ ആ സമയത്ത് ആ ശക്തിയെ ആഹ്വാനം ചെയ്ത് നിർവിഘ്ന സ്വരൂപം ആകണം. അഥവാ ഒരു ശക്തിയുടെയെങ്കിലും കുറവുണ്ട് എങ്കിൽ വർണ്ണിക്കുന്നു, എന്നാൽ സ്വരൂപമല്ല എങ്കിൽ പോലും സമയത്തിന് ചതിക്കപ്പെട്ടേക്കാം. വേണ്ടത് സഹനശക്തി, താങ്കൾ യൂസ് ചെയ്യുന്നത് നേരിടാനുള്ള ശക്തി. എങ്കിൽ യോഗയുക്ത അനുഭവി സ്വരൂപം എന്ന് പറയില്ല. 4 സബ്ജക്റ്റിലും സ്മൃതി സ്വരൂപം ആയവരുടെ അഥവാ അനുഭവി സ്വരൂപ ആയവരുടെ ലക്ഷണം എന്തായിരിക്കും? സ്ഥിതിയിൽ നിമിത്തഭാവം, വൃത്തിയിൽ സദാ ശുഭഭാവം, ആത്മീയഭാവം, നിസ്വാർത്ഥഭാവം. വായുമണ്ഡലത്തിൽ അഥവാ സംബന്ധ സമ്പർക്കത്തിൽ സദാ വിനയഭാവം, വാക്കിൽ സദാ നിർമ്മലവാണി. ഈ വിശേഷതകൾ ഓരോ സമയവും അനുഭവി മൂർത്തിയുടെ നാച്ചുറൽ നേച്ചർ ആയിരിക്കും. നാച്ചുറൽ നേച്ചർ. ഇപ്പോൾ പല കുട്ടികളും ഇടയ്ക്കിടയ്ക്ക് പറയുന്നു, നമ്മൾ ഇത് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നില്ല, എന്നാൽ എൻ്റെ പഴയ നേച്ചറാണ്. നേച്ചർ നാച്ചുറലായി അതേ കാര്യം ചെയ്യുന്നു, ചിന്തിക്കേണ്ടി വരുന്നില്ല. എന്നാൽ നേച്ചർ നാച്ചുറലായി പ്രവർത്തിക്കുന്നു. അപ്പോൾ സ്വയം പരിശോധിക്കൂ, എൻ്റെ നാച്ചുറൽ നേച്ചർ എന്താണ്? അഥവാ ഏതെങ്കിലും പഴയ നേച്ചർ അംശം മാത്രമെങ്കിലും ഉണ്ടെങ്കിൽ ഓരോ സമയവും അത് കാര്യത്തിൽ വന്ന് ഉറച്ച സംസ്കാരമായി മാറുന്നു. ആ പഴയ നേച്ചർ, പഴയ സ്വഭാവം, പഴയ സംസ്കാരം എന്നിവയെ സമാപ്തമാക്കുവാനും ആഗ്രഹിക്കുന്നുണ്ട്, എന്നാൽ ചെയ്യുവാൻ സാധിക്കുന്നില്ല. അതിൻ്റെ കാരണം എന്താണ്? എല്ലാവരും നോളജ്ഫുൾ ആയിക്കഴിഞ്ഞു, എന്നാൽ എന്ത് സംഭവിക്കാൻ പാടില്ല എന്നാഗ്രഹിക്കുന്നുവോ അത് സംഭവിക്കുന്നു. അപ്പോൾ കാരണം എന്താണ്? പരിവർത്തനപ്പെടുത്തുന്നതിൻ്റെ ശക്തി കുറവാണ്. മെജോറിറ്റിയിലും കാണപ്പെടുന്നത് ഇതാണ്. പരിവർത്തനത്തിൻ്റെ ശക്തിയെക്കുറിച്ച് മനസ്സിലാക്കുന്നുമുണ്ട്, വർണ്ണിക്കുന്നുമുണ്ട്. അഥവാ എല്ലാവരോടും പരിവർത്തന ശക്തിയുടെ
ടോപ്പിക്കിനെ കുറിച്ച് എഴുതുവാൻ പറഞ്ഞാൽ അഥവാ പ്രഭാഷണം നടത്തുവാൻ പറഞ്ഞാൽ ബാപ്ദാദ മനസ്സിലാക്കുന്നുണ്ട്, എല്ലാവരും വളരെ സമർത്ഥരാണ്. വളരെ നല്ല പ്രഭാഷണവും ചെയ്യാൻ സാധിക്കും, എഴുതുവാനും സാധിക്കും. മറ്റാരെങ്കിലും വരികയാണെങ്കിൽ അവർക്ക് വളരെ നന്നായി മനസ്സിലാക്കിച്ചു കൊടുക്കുകയും ചെയ്യുന്നു, സാരമില്ല, പരിവർത്തനപ്പെടുത്തൂ എന്ന്. പക്ഷേ സ്വയം തന്നിൽ പരിവർത്തനപ്പെടുത്താനുള്ള ശക്തി എത്രത്തോളമുണ്ട്? വർത്തമാന സമയത്തിൻ്റെ മഹത്വത്തെ അറിയാവുന്നതിനാൽ പരിവർത്തനപ്പെടുത്തുന്നതിന് സമയമെടുക്കാൻ പാടില്ലാത്തതാണ്. സെക്കൻഡിൽ പരിവർത്തനപ്പെടുത്തുന്നതിൻ്റെ ശക്തി ഉപയോഗത്തിൽ വരണം. കാരണം സംഭവിക്കാൻ പാടില്ല എന്ന് മനസ്സിലാക്കുന്നുണ്ട് എന്നിരിക്കെ മനസ്സിലാക്കിയിട്ടും അഥവാ പരിവർത്തനപ്പെടുത്താൻ കഴിയുന്നില്ലെങ്കിൽ അതിൻ്റെ കാരണം എന്താണ്? ചിന്തിക്കുന്നു, പക്ഷേ സ്വരൂപം ആയിട്ടില്ല. ചിന്തിക്കുന്നതിൻ്റെ സ്വരൂപം മുഴുവൻ ദിവസത്തിലും കൂടുതൽ ആകുന്നു. സ്മൃതി സമർത്ഥി സ്വരൂപം എന്നത് മെജോറിറ്റിയിലും കുറവാണ്. ഇപ്പോൾ തീവ്രഗതിയുടെ സമയമാണ്, തീവ്ര പുരുഷാർത്ഥത്തിൻ്റെ സമയമാണ്, സാധാരണ പുരുഷാർത്ഥത്തിൻ്റെ സമയമല്ല. സെക്കൻഡിൽ പരിവർത്തനം എന്നതിൻ്റെ അർത്ഥമാണ് സ്മൃതി സ്വരൂപത്തിലൂടെ ഒരു സെക്കൻഡിൽ നിർവികൽപ്പം ആകണം, വ്യർത്ഥ സങ്കല്പ നിവൃത്തം ആകണം. എന്തുകൊണ്ട്? സമയത്തിൻ്റെ സമാപ്തിയെ സമീപം കൊണ്ടുവരുന്നതിന് നിമിത്തമാകണം. അപ്പോൾ ഇപ്പോഴത്തെ സമയത്തിൻ്റെ മഹത്വം അനുസരിച്ച് ഓരോ ചുവടിലും പദമം, അതായത് കോടികൾ അടങ്ങിയിട്ടുണ്ട് എന്നറിയുന്നുമുണ്ട്. അപ്പോൾ വർദ്ധിപ്പിക്കുന്നതിൻ്റേത് ബുദ്ധിയിൽ വയ്ക്കുന്നുണ്ട്, എന്നാൽ പാഴാക്കുന്നതിൻ്റേതും ബുദ്ധിയിൽ വയ്ക്കൂ. അഥവാ ഓരോ ചുവടിലും കോടികൾ ഉണ്ടാകുന്നു എങ്കിലും ഓരോ ചുവടിലും കോടികൾ പാഴാവുകയും ചെയ്യുന്നു, അതോ ഇല്ലയോ? അതിനാൽ ഇപ്പോൾ മിനിറ്റിൻ്റെ കാര്യം കഴിഞ്ഞുപോയി. മറ്റുള്ളവർക്ക് വേണ്ടി പറയുന്നു 1 മിനിറ്റ് സൈലൻസിലിരിക്കൂ. എന്നാൽ താങ്കളുടെ കാര്യത്തിൽ സെക്കൻഡിൻ്റെ കാര്യമാണ് ഉണ്ടാകേണ്ടത്. ഇതുപോലെ ആണെന്നോ അല്ലെന്നോ ചിന്തിക്കുന്നതിന് എത്ര ടൈം എടുക്കുന്നു? സെക്കൻഡ്. അപ്പോൾ പരിവർത്തന ശക്തി ഇത്രയും ഫാസ്റ്റ് ആകേണ്ടത് ആവശ്യമാണ്. ശരിയാണ്, ശരിയല്ല എന്നത് മനസ്സിലാക്കി ശരിയല്ലാത്തതിന് ബിന്ദു, ശരിയായതിനെ പ്രാക്ടിക്കലിൽ കൊണ്ടുവരണം. ഇപ്പോൾ ബിന്ദുവിൻ്റെ മഹത്വത്തെ കാര്യത്തിൽ ഉപയോഗിക്കൂ. 3 ബിന്ദുക്കൾ അറിയുന്നുണ്ടല്ലോ, എന്നാൽ ബിന്ദുവിനെ വേണ്ട സമയത്ത് കാര്യത്തിൽ വിനിയോഗിക്കൂ. ഏതുപോലെ സയൻസിൻ്റെ മേഖലയിലുള്ളവർ എല്ലാ കാര്യത്തിലും തീവ്രഗതി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. പരിവർത്തനത്തിൻ്റെ ശക്തിയും കൂടുതൽ കാര്യത്തിൽ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നു. അപ്പോൾ സൈലൻസിൻ്റെ ശക്തിയുള്ളവർ ഇപ്പോൾ ലക്ഷ്യം വയ്ക്കൂ. അഥവാ പരിവർത്തനപ്പെടുത്തണമെങ്കിൽ നോളജ്ഫുൾ ആണ്, ഇപ്പോൾ പവർഫുൾ ആകൂ. സെക്കൻഡിൻ്റെ വേഗതയിലൂടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നടന്നുകൊള്ളും, ചെയ്യാം എന്നത് പാടില്ല. സാധ്യമാണോ അതോ പ്രയാസമാണോ? കാരണം ലാസ്റ്റ് സമയത്ത് സെക്കൻഡിൻ്റെ പരീക്ഷയാണ് വരേണ്ടത്, മിനിറ്റിൻ്റേതല്ല. അപ്പോൾ വളരെ കാലത്തെ സെക്കൻഡിൻ്റെ അഭ്യാസം ഉണ്ടായിരിക്കുമ്പോഴാണല്ലോ സെക്കൻഡിൽ പാസ് വിത്ത് ഓണർ ആകുന്നത്. പരമാത്മാവിൻ്റെ സ്റ്റുഡൻ്റാണ്, പരമാത്മാവിൻ്റെ പഠനം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പാസ് വിത്ത് ഓണർ ആവുക തന്നെ വേണമല്ലോ. പാസ് മാർക്സ് നേടിയെങ്കിൽ എന്തായി? പാസ് വിത്ത് ഓണർ ആകണം. എന്ത് ലക്ഷ്യം വെച്ചിരിക്കുകയാണ്? പാസ് വിത്ത് ഓണർ ആകണം എന്ന് ആരാണോ മനസ്സിലാക്കുന്നത് അവർ കൈ ഉയർത്തൂ. പാസ് വിത്ത് ഓണർ ആണോ? ഓണർ എന്ന വാക്ക് അണ്ടർലൈൻ ചെയ്യണം. ശരി, അതിനാൽ ഇപ്പോൾ എന്ത് ചെയ്യേണ്ടി വരും? മിനിറ്റ് മോട്ടർ കോമൺ ആണ്, ഇപ്പോൾ സെക്കൻഡിൻ്റെ കാര്യമാണ്. പഞ്ചാബിലുള്ളവരെ, ഇപ്പോൾ സെക്കൻഡിൻ്റെ കാര്യമാണ്. ഇതിൽ നമ്പർ 1 ആരായിരിക്കും? പഞ്ചാബ്. വലിയ കാര്യമാണോ? എത്ര ലഹരിയോടെ പറയുന്നു
വളരെ നന്നായി പറയുന്നു, ലഹരിയോടെ പറയുന്നു. ബാബ്ദാദ കേൾക്കുമ്പോൾ വളരെയധികം സന്തോഷിക്കുന്നു. ഇങ്ങനെ പറയുന്നു, വലിയ കാര്യമാണോ ബാബ്ദാദ കൂടെയുണ്ട് എന്ന്. അപ്പോൾ കൂടെ അതോറിറ്റി ഉണ്ട്. അതിനാൽ ഇപ്പോൾ എന്താണ് ചെയ്യേണ്ടത്? ഇപ്പോൾ തീവ്രം ആകേണ്ടി വരും. സേവനം ചെയ്തുകൊണ്ടിരിക്കുന്നു. സേവനമല്ലാതെ മറ്റെന്ത് ചെയ്യുവാനാണ്? വെറുതെ ഇരിക്കുമോ? സേവനം ബ്രാഹ്മണ ആത്മാക്കളുടെ ധർമ്മമാണ്, കർമ്മമാണ്. എന്നാൽ ഇപ്പോൾ സേവനത്തോടൊപ്പം സമർത്ഥ സ്വരൂപമാകണം. എത്രത്തോളം സേവനത്തിൻ്റെ ഉന്മേഷവും ഉത്സാഹവും കാണിച്ചുവോ, ബാബ്ദാദ സന്തുഷ്ടമാണ്, ആശംസകളും നൽകുന്നു. എന്നാൽ ഏതുപോലെ സേവനത്തിൻ്റെ കിരീടം ലഭിച്ചുവോ, യുവ പദയാത്രികർ കിരീടം ധരിച്ച് ഇരിക്കുന്നു. കിരീടം ധരിച്ചിരിക്കുകയാണ്. നോക്കൂ, എത്ര നല്ലതായി തോന്നുന്നു. ഇപ്പോൾ സ്മൃതി സ്വരൂപം ആകുന്നതിൻ്റെ കിരീടം അണിഞ്ഞ് കാണിക്കണം. യൂത്ത് ഗ്രൂപ്പാണല്ലോ, അപ്പോൾ എന്ത് അതിശയം ചെയ്യും? സേവനത്തിലും നമ്പർ 1, സമർത്ഥ സ്വരൂപത്തിലും നമ്പർ 1. സന്ദേശം നൽകുന്നതും ബ്രാഹ്മണ ജീവിതത്തിൻ്റെ ധർമ്മവും കർമ്മവുമാണ്. എന്നാൽ ഇപ്പോൾ ബാബ്ദാദ സൂചന നൽകുന്നു, പരിവർത്തനത്തിൻ്റെ മെഷീനറി തീവ്രമാക്കൂ. ഇല്ലെങ്കിൽ പാസ് വിത്ത് ഓണർ ആകുന്നതിൽ പ്രയാസമുണ്ടാകും. വളരെ കാലത്തെ അഭ്യാസം ആവശ്യമാണ്. ചിന്തിച്ചു, ചെയ്തു. കേവലം ചിന്തിക്കുന്ന സ്വരൂപം ആയാൽ പോരാ, സമർത്ഥ സ്മൃതി സമർത്ഥ സ്വരൂപം ആകൂ. വ്യർത്ഥത്തെ തീവ്രഗതിയോടെ സമാപ്തമാക്കൂ. വ്യർത്ഥ സങ്കല്പം, വ്യർത്ഥ വാക്ക്, വ്യർത്ഥ കർമ്മം, വ്യർത്ഥ സമയം, സംബന്ധ സമ്പർക്കത്തിലും വ്യർത്ഥ വിധിയും രീതിയും എല്ലാം സമാപ്തമാക്കൂ. എപ്പോഴാണോ ബ്രാഹ്മണ ആത്മാക്കൾ തീവ്രഗതിയോടെ ഈ സ്വയം തൻ്റെ വ്യർത്ഥത്തിൻ്റെ സമാപ്തി ചെയ്യുന്നത്, അപ്പോൾ ആത്മാക്കളുടെ ആശീർവാദങ്ങളും തൻ്റെ പുണ്യത്തിൻ്റെ കണക്കും തീവ്രഗതിയോടെ ശേഖരിക്കും. ബാബ്ദാദ മുൻപും കേൾപ്പിച്ചിട്ടുണ്ട്. ബാബ്ദാദ 3 കണക്ക് ചെക്ക് ചെയ്യുന്നു. പുരുഷാർത്ഥത്തിൻ്റെ ഗതിയുടെ കണക്ക്, ആശീർവാദങ്ങളുടെ കണക്ക്, പുണ്യത്തിൻ്റെ കണക്ക്. എന്നാൽ മെജോറിറ്റിയുടെ കണക്കും ഇപ്പോൾ നിറഞ്ഞിരിക്കുന്നത് കുറവാണ്. അതിനാൽ ബാബ്ദാദ ഇന്ന് ഈ സ്ലോഗൻ ഓർമ്മിപ്പിക്കുകയാണ്. ഇപ്പോൾ തീവ്രമാകൂ, തീവ്ര പുരുഷാർത്ഥിയാകൂ. തീവ്രഗതിയോടെ സമാപ്തി ഉണ്ടാക്കുന്നവരാകൂ. തീവ്രഗതിയിലൂടെ മനസ്സിലൂടെ വായുമണ്ഡലം പരിവർത്തനപ്പെടുത്തുന്നവരാകൂ. ബാബ്ദാദ ഒരു കാര്യത്തിൽ എല്ലാ കുട്ടികളിലും വളരെയധികം സന്തുഷ്ടവുമാണ്. ഏത് കാര്യത്തിൽ? എല്ലാവരുടെയും ബാബയോടുള്ള സ്നേഹം ആഴത്തിലുള്ളതാണ്. ഇതിൻ്റെ ആശംസകൾ. എന്നാൽ എന്തു ചെയ്യണം എന്ന് പറയട്ടെ. ഈ സീസണിൻ്റെ സമാപ്തിക്ക് മുമ്പേ ഇപ്പോൾ ടൈം കിടക്കുകയാണ്. ഈ സീസണിൻ്റെ സമാപ്തിക്ക് മുമ്പേ തീവ്രഗതിയുടെ എന്തെങ്കിലും പ്രഭാവം കാണിക്കൂ. ഇഷ്ടമാണോ? ലക്ഷ്യവും ലക്ഷണവും രണ്ടും സ്മൃതിയിൽ വയ്ക്കും എന്ന് ആര് മനസ്സിലാക്കുന്നുവോ അവർ കൈ ഉയർത്തു. ഡബിൾ ഫോറിനേഴ്സും വയ്ക്കും, ടീച്ചേഴ്സും വയ്ക്കും, യൂത്തും വയ്ക്കും, ആദ്യത്തെ ലൈനിലുള്ളവരും വയ്ക്കും. അപ്പോൾ കോടി 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 മടങ്ങ് ഇൻ അഡ്വാൻസ് ആശംസകൾ. ശരി, ഇപ്പോൾ അഭ്യസിക്കൂ. 1 സെക്കൻഡിൽ നിർവികൽപ്പവും നിർവ്യർത്ഥ സങ്കല്പവുമായി ഏകാഗ്രമായി ഒരു ബാബ രണ്ടാമതായി ആരുമില്ല. ഈ ഏക സങ്കല്പത്തിൽ ഏകാഗ്രമായിരിക്കാൻ സാധിക്കുമോ? മറ്റൊരു സങ്കല്പവും ഉണ്ടാകരുത്. ഒരേ ഒരു സങ്കല്പത്തിൻ്റെ ഏകാഗ്രതയുടെ ശക്തിയുടെ അനുഭവത്തിൽ ഇരിക്കൂ. സമയമെടുക്കരുത്. 1 സെക്കൻഡിൽ. ശരി. 4 ഭാഗത്തുമുള്ള കുട്ടികൾക്ക് ആരാണോ വിശേഷ സ്നേഹസ്മരണകൾ അയച്ചത്, ആ ഓരോ കുട്ടിയും പേര് സഹിതം സ്നേഹസ്മരണകളും ഹൃദയത്തിലെ ആശീർവാദങ്ങളും സ്വീകരിക്കൂ. ബാബ്ദാദ കാണുന്നുണ്ട്. എല്ലാവരുടെയും ഹൃദയത്തിൽ
എൻ്റെയും ഓർമ്മകൾ എൻ്റെയും ഓർമ്മകൾ എന്ന് വരുന്നു. എന്നാൽ കുട്ടികളായി നിങ്ങൾ സങ്കല്പിക്കുന്നു അത് ബാബ്ദാദയുടെ അടുക്കൽ അതേ സമയത്ത് തന്നെ എത്തിച്ചേരുകയും ചെയ്യുന്നു. അതിനാൽ എല്ലാ കുട്ടികൾക്കും ഓരോരുത്തർക്കും നാമവും വിശേഷതാ സമ്പന്ന സ്നേഹസ്മരണകളും നൽകുകയാണ്. അപ്പോൾ എല്ലാ സദാ സ്മൃതി സ്വരൂപവും സമർത്ഥ സ്വരൂപവും അനുഭവ സ്വരൂപവുമായ ശ്രേഷ്ഠ കുട്ടികൾക്ക് സദാ എന്ത് ശുഭം ചിന്തിക്കുന്നുവോ അത് ഉടൻ ചെയ്തു. ഏതുപോലെ ക്ഷിപ്രദാനത്തിന് മഹത്വമുണ്ടോ അതേപോലെ ക്ഷിപ്ര പരിവർത്തനത്തിനും മഹത്വമുണ്ട്. അപ്പോൾ ഉടൻ പരിവർത്തനം ചെയ്യുന്ന വിശ്വപരിവർത്തകരായ കുട്ടികൾക്ക് സദാ പരമാത്മാ പാലന, പരമാത്മാ സ്നേഹം, പരമാത്മാ പഠനം, പരമാത്മാ ശ്രീമത്തിനെ ഓരോ കർമ്മത്തിലും കൊണ്ടുവരുന്ന മഹാവീരന്മാരായ കുട്ടികൾക്ക് സദാ ധൈര്യത്തിലൂടെയും ഏകാഗ്രതയിലൂടെയും ഏകതയിലൂടെയും നമ്പർ 1 തീവ്ര പുരുഷാർത്ഥം ചെയ്യുന്ന കുട്ടികൾക്ക് ബാബ്ദാദയുടെ ഹൃദയത്തിൽ നിന്നുള്ള സ്നേഹസ്മരണകൾ, ഹൃദയത്തിൽ നിന്നുള്ള ആശീർവാദങ്ങൾ. നമസ്തേ. ദാദിമാരോട് എല്ലാവരും നല്ല പാർട്ട് അഭിനയിച്ചു കൊണ്ടിരിക്കുകയാണ്. ബാബ്ദാദ ഓരോരുത്തരുടെയും പാർട്ട് കണ്ട് സന്തുഷ്ടമാണ്. ചെറിയവരും തങ്ങളുടെ പാർട്ട് നന്നായി അഭിനയിച്ചു കൊണ്ടിരിക്കുന്നു. നമ്മൾ ചെറിയവരാണ് എന്ന് മനസ്സിലാക്കരുത്. ചെറിയ കുട്ടികൾ ഈശ്വരനെ പോലെ മഹത്വമുള്ളവരാണ്. ശക്തികൾക്ക് തങ്ങളുടെ പാർട്ടുണ്ട്, പാണ്ഡവർക്ക് തങ്ങളുടെ പാർട്ടുണ്ട്. പാണ്ഡവർ ഇല്ലെങ്കിലും കാര്യം നടക്കുകയില്ല, ശക്തികൾ ഇല്ലെങ്കിലും കാര്യം നടക്കുകയില്ല. അതിനാൽ ഭാരതത്തിൽ ചതുർഭുജത്തിൻ്റെ സ്മാരകമുണ്ട്. മറ്റൊരു ധർമ്മത്തിലും ചതുർഭുജത്തെ കാണിക്കുന്നില്ല. എന്നാൽ ഭാരതത്തിൻ്റെ സ്മാരകത്തിൽ ചതുർഭുജത്തിൻ്റെ മഹത്വമുണ്ട്. അപ്പോൾ രണ്ടുപേരും നന്നായി പാർട്ട് അഭിനയിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇപ്പോൾ വേഗത്തിലാക്കണം, ഇത്രമാത്രം. ഇടയ്ക്കിടയ്ക്ക് അല്പം അയവുണ്ടാകുന്നു. ഇപ്പോൾ അയവുണ്ടാകേണ്ട സമയമല്ല. ഭിന്ന ഭിന്ന കാര്യങ്ങൾ ഉണ്ടാവുക തന്നെ ചെയ്യുന്നു. എന്നാൽ നമ്മൾ കാര്യങ്ങളുടെ രഹസ്യം മനസ്സിലാക്കി രഹസ്യയുക്തവും യോഗയുക്തവും സ്നേഹയുക്തവും സഹയോഗയുക്തവുമായി നടക്കണം. നല്ലതാണല്ലോ. ദാദിജിയോട് വളരെ നന്നായി തോന്നുന്നുണ്ടല്ലോ. നോക്കൂ, എത്ര പേർ വന്നിരിക്കുകയാണ്. എന്തിനാണ് വന്നിരിക്കുന്നത്? ഇവരെല്ലാവരും എന്തിനു വേണ്ടി വന്നിരിക്കുകയാണ്? താങ്കളുമായി കൂടിക്കാഴ്ചയ്ക്ക് വന്നിരിക്കുന്നു. ബാബ്ദാദയുമായി കൂടിക്കാഴ്ചയ്ക്ക് വന്നിരിക്കുകയാണ്. എന്നാൽ കൂടെ ദാദിമാരില്ലെങ്കിൽ രസം തോന്നുന്നില്ല എന്ന് പറയാറില്ലേ? നിങ്ങളേവരും ഇല്ലെങ്കിൽ രസം ഉണ്ടാകുന്നില്ല. വരദാനം. സ്മൃതിയുടെ സ്വിച്ചിലൂടെ സ്വമംഗളവും സർവരുടെ മംഗളവും ചെയ്യുന്ന സിദ്ധി സ്വരൂപമായി ഭവിക്കട്ടെ. സ്ഥിതിയുടെ ആധാരം സ്മൃതിയാണ്. ഈ ശക്തിശാലി സ്മൃതി ഉണ്ടായിരിക്കണം. ഞാൻ ബാബയുടേത്, ബാബ എൻ്റേത്. അപ്പോൾ ഈ സ്മൃതിയിലൂടെ സ്വയവും ശക്തിശാലി സ്ഥിതി ഉണ്ടായിരിക്കും. മറ്റുള്ളവരെയും ശക്തിശാലിയാക്കി മാറ്റും. ഏതുപോലെ സ്വിച്ച് ഓൺ ചെയ്യുന്നതിലൂടെ പ്രകാശമുണ്ടാകുന്നു, അതേപോലെ ഈ സ്മൃതിയും ഒരു സ്വിച്ചാണ്. സദാ സ്മൃതിയാകുന്ന സ്വിച്ചിൻ്റെ അറ്റൻഷൻ ഉണ്ടായിരിക്കുന്നെങ്കിൽ സ്വയം തൻ്റെയും സർവരുടെയും മംഗളം ചെയ്തുകൊണ്ടിരിക്കും. പുതിയ ജന്മമുണ്ടായി, അപ്പോൾ പുതിയ സ്മൃതികൾ ഉണ്ടാകണം. പഴയ എല്ലാ സ്മൃതികളും സമാപ്തം. ഈ വിധിയിലൂടെ സിദ്ധി സ്വരൂപത്തിൻ്റെ വരദാനം പ്രാപ്തമാകും. സ്ലോഗൻ: അതീന്ദ്രിയ സുഖത്തിൻ്റെ അനുഭവം ചെയ്യുന്നതിനായി തൻ്റെ ശാന്ത സ്വരൂപ സ്ഥിതിയിൽ സ്ഥിതി ചെയ്യൂ. അവ്യക്ത സൂചന: സഹജയോഗി ആകണമെങ്കിൽ പരമാത്മാ സ്നേഹത്തിൻ്റെ അനുഭവിയാകൂ. ബാബ്ദാദ സ്നേഹത്തിൻ്റെ ബന്ധനത്തിൽ ബന്ധിതനാണ്.
മുക്തമാകുവാൻ ആഗ്രഹിച്ചാലും മുക്തമാകാൻ സാധിക്കില്ല. അതിനാൽ ഭക്തിയിലും ബന്ധനത്തിൻ്റെ ചിത്രം കാണിച്ചിരിക്കുന്നു. അവ്യക്തമായിട്ടും പ്രാക്ടിക്കലിൽ സ്നേഹത്തിൻ്റെ ബന്ധനത്തിൽ ബന്ധിതനാകേണ്ടി വരുന്നു. വ്യക്തത്തിൽ നിന്നും സ്വതന്ത്രമാക്കിയെങ്കിലും മുക്തമാകാൻ സാധിക്കില്ല. ഈ സ്നേഹത്തിൻ്റെ ചരട് വളരെ ശക്തമാണ്. ഇങ്ങനെ സ്നേഹസ്വരൂപമായി പരസ്പരം സ്നേഹത്തിൻ്റെ ചരടിൽ ബന്ധിച്ച് സമീപ സംബന്ധത്തിൻ്റെയും സ്വന്തമാണ് എന്നതിൻ്റെയും അനുഭൂതി ഉണ്ടാക്കിക്കൂ. നിരാകാര സ്വരൂപത്തിൽ ഞാൻ ശിവബാബയുടെ അനന്യ ഓർമ്മയിൽ ഇരിക്കുമ്പോൾ സഹജമായി ശാന്തിയുടെയും ശക്തിയുടെയും അനുഭവം എനിക്കുണ്ടാകുന്നു. സർവസംബന്ധങ്ങൾ കൊണ്ടും സ്വന്തമാക്കി അവിനാശി പ്രാപ്തികൾ നേടിത്തരുന്ന ശിവബാബയുടെ ഓർമ്മ എത്ര സുഖദായകമാണ്. ബാബയുമായുള്ള ഈ അതിമധുരമായ കൂടിക്കാഴ്ചയുടെ അവിനാശി സന്തോഷത്തിലിരിക്കുമ്പോൾ ബാബയിൽ നിന്നും പ്രാപ്തമാകുന്ന ഈശ്വരീയ ഖജനാവുകളാൽ ഞാൻ സമ്പന്ന സ്ഥിതി കൈവരിക്കുന്നു. ഈ സമ്പന്ന സ്ഥിതിയിലൂടെ വിശ്വസേവനത്തിൻ്റെ പരിധിയില്ലാത്ത കാര്യത്തിൽ ഞാൻ സഹയോഗി ആവുകയാണ്. സാകാര ലോകത്തിൽ വിഷയസാഗരത്തിൽ ദുഃഖ അശാന്തികളിൽ കഴിയുന്ന ആത്മാക്കൾ ഞാൻ ശിവബാബയിൽ നിന്നും പ്രാപ്തമാക്കിയ സർവശക്തികളുടെയും കിരണങ്ങൾ, ശാന്തിയുടെ കിരണങ്ങൾ, സന്തോഷത്തിൻ്റെ കിരണങ്ങൾ ദാനം ചെയ്യുകയാണ്.